ലഡുവാണ് ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് കടലമാവ് വെച്ചിട്ടാട്ടോ ഞാനിവിടെ ലഡു തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ കളറ് ചേർത്ത് കൊടുത്താലും മതി. 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏതാണ്ട് ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് കടലമാവ് എടുക്കുമ്പോൾ 3/4 കപ്പ് വെള്ളം എന്ന നിലക്കാട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. 1.5 കപ്പ് വെള്ളമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്ന് കണ്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഒന്ന് കണ്ടാ കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബാറ്റർ 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ബൂന്തി തയ്യാറാക്കാനായിട്ട് ബൂന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തവയാണ്. അപ്പോൾ ഇതുപോലത്തേത് എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഹോളുള്ള തവകൾ ഉണ്ടാവും, അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതല്ലെങ്കിൽ ചോറ് കിട്ടുന്ന ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടോ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 ചീനച്ചട്ടിയിലാട്ടോ ഇവിടെ ഓയിലൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ബൂന്തികൾ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ബൂന്തി തയ്യാറാക്കി എടുക്കുമ്പോൾ ഓയിലിന് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം കേട്ടോ, എങ്കിലേ അത് നന്നായിട്ട് മുകളിലോട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേശ്ശെ മാവ് ഇങ്ങനെ ഉറ്റിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ഇങ്ങനെ ആ അച്ചിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണ്ട് കണ്ടോ നന്നായിട്ട് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇങ്ങനെ ബൂന്തിയായിട്ട് വീഴ്ത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു തവ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, എങ്കിലേ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വീഴുള്ളൂ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. കണ്ടോ ഇനി നമ്മൾ അധികം ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ മാത്രം ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ക്രിസ്പി ആയാൽ ലഡുവിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരുപാട് അങ്ങ് ക്രിസ്പി ആവാൻ പാടില്ല, എന്നാൽ തീരെ വേവാണ്ടിരിക്കാനും പാടില്ല കേട്ടോ. ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ ഓയിലിട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിലേക്കിട്ട് മാറ്റിയിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഓയിലിൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബൂന്തി ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുള്ള ഓയിലിലേക്കാണ് ഈ മാവ് വീഴുന്നെങ്കിൽ പെട്ടെന്ന് ഇതിങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും. തീരെ ചൂട് കുറയുമ്പോൾ അതിങ്ങനെ അടിയിൽ കട്ട പിടിച്ച് കിടക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ബൂന്തി ഇതുപോലത്തെ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം അതിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ അടിവശവും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം അടുത്ത പ്രാവശ്യം മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ എല്ലാ ബൂന്തി ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ബൂന്തി എല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ബൂന്തി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഫുള്ളായിട്ട് ബൂന്തി പൊടിച്ചെടുത്ത് ലഡു തയ്യാറാക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബൂന്തിയൊക്കെ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട. ഒരു നൂൽപ്പരുവ് ആക്കി എടുക്കേണ്ട കേട്ടോ. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജാണ് ആക്കിയെടുക്കേണ്ടത്. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഡുവിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഏതാണ്ട് ഇപ്പോൾ ഇത് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഒട്ടുന്നൊരു പരുവായിട്ടുണ്ട്. ഒരു നൂൽപ്പരുവ് ആവേണ്ട കേട്ടോ. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിൽ വേണം കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ വേണം നമുക്ക് ഇനി പൊടിക്കാതെ വെച്ചിട്ടുള്ള ബൂന്തി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊടിക്കാതെ മാറ്റി വെച്ചിട്ടുള്ള ബൂന്തിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മളൊന്ന് ചൂടാറിയ ശേഷം ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഏതാണ്ട് ഒരു 1/2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ആ ഷുഗർ സിറപ്പ് എല്ലാം ബൂന്തിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് എത്രത്തോളം വലിപ്പമുള്ള ലഡുവാണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഓരോ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടുള്ള കിസ്മിസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ ഈ ഒരു മിക്സിലേക്ക് മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബൂന്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആവാതെ ശ്രദ്ധിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം.